ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് മോഡുലാർ സ്വിച്ച് അതുപോലെ തന്നെ അതിൻ്റെ സോക്കറ്റ് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അതിൻ്റെ പ്ലേറ്റിലേക്ക് കൊടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ, അതിൻ്റെ ലൂക്ക് കാര്യങ്ങളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മോഡുലാർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. പല മോഡൽസ് വരുന്നുണ്ട്. എല്ലാ മോഡൽസിനും പല രീതിയിലുള്ള ലോക്കുകളാണ് വരുന്നത്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ലോക്കാണ് നോക്കേണ്ടത്. അതായത് ഉണ്ടാവും സ്വിച്ചുകളുടെയും പ്ലഗുകളുടെയും ലോക്ക് സിസ്റ്റം ഉണ്ട്. ഈ ലോക്കിലാണ് ഓരോ സ്വിച്ച് അതിൻ്റെ അകത്ത് അമർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് വരുന്നത് കണ്ടോ, ഇത് പണ്ടത്തെ ക്രാഫ്റ്ററി വരുന്നുണ്ട്, അത് ഹൈഫൈ വരുന്നുണ്ട്, വിവോ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിനായക, അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ കോമൺ ആയിട്ട് ഇറക്കുന്ന ഒരു ലോക്കുകളിലൊന്നാണ് ഈ കാണുന്ന ലോക്ക്, മെയിനായിട്ട് വരുന്ന ലോക്ക്. അത് നമുക്ക് അധികം റേറ്റും കാര്യങ്ങളും വരുന്നില്ല. ഒരു 18 രൂപ 20 രൂപ റേഞ്ചിലാണ് ഈ മോഡുലാർ ടൈപ്പ് സ്വിച്ചുകൾ നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് വരുന്ന ലോക്കാണ് നമ്മൾ ഈ പറയുന്ന ഷീറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷീറ്റിലേക്ക് ഈ ടൈപ്പ് ലോക്കുകളുള്ള സ്വിച്ചുകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലോക്കുകളെല്ലാം തന്നെ ഉണ്ട്. ഒന്ന് ഇവിടെ തന്നെ താഴെയുണ്ട്, 2 ലോക്കുണ്ട്. ഈ 2 ലോക്ക് സ്വിച്ച് ഇടുന്നതാണ് ഞാൻ ആദ്യമേ കാണിക്കുന്നത്. സ്വിച്ച് ഇടുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒറ്റയടിക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ലോക്ക് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒടിഞ്ഞു പോയാൽ പിന്നെ സ്വിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, പുതിയത് തന്നെ വേറെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മോഡുലാർ ടൈപ്പ് ഇടുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ലോക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുണ്ടാവും. ഈ സ്വിച്ചിൻ്റെ പൊസിഷൻ തന്നെയുണ്ട്. ഇന്ത്യ എന്ന് മുകളിൽ എഴുതിയിട്ട് കാണാൻ സാധിക്കേണ്ട, ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. അത് കറക്റ്റായിട്ട് അതിൻ്റെ എഴുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. തിരിച്ച് പിടിപ്പിക്കരുത്. തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കുന്ന സമയത്തായിരിക്കും ലൈറ്റ് കിടക്കുന്നത്, തെളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. അതായത് ഏറ്റവും ആദ്യം തന്നെ സ്വിച്ചിൻ്റെ ബാക്ക് നോക്കുക, അതിൻ്റെ എഴുത്ത് കറക്റ്റ് ചെയ്യുക. ആ എഴുത്ത് കറക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും അതിൻ്റെ ഏറ്റവും താഴെ 1 എന്ന് പറഞ്ഞ മാർക്കിംഗ് ഉണ്ടാവും. അത് ഓൺ പൊസിഷനിൽ വരുന്ന സമയത്ത് ഏറ്റവും താഴെയാണ് വരേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞ് ഇത്രയും ചെയ്താൽ മതി. അതിൻ്റെ എഴുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ ലെറ്ററിങ് നമുക്ക് കറക്റ്റായിട്ട് വായിക്കുന്ന രീതിയിൽ മുകളിൽ നിന്ന് ആണ് നമുക്ക് ഫ്രണ്ടിൽ പിടിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് വായിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ പൊസിഷൻ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇന്ത്യ എന്ന് എഴുതിയത് നമുക്ക് കറക്റ്റായിട്ട് വായിക്കാം. തിരിച്ച് പിടിച്ചാൽ നമുക്കത് വായിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. ഇനി ഒറ്റയടിക്ക് ഇത് ഇട്ടതിന് ശേഷം അമർത്തി കൊടുക്കരുത്. അമർത്തി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. ആദ്യമേ തന്നെ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ലോക്കിലേക്ക്, മുകളിലേക്കോ താഴേക്കോ ഉള്ള ലോക്കിലേക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് ആദ്യമേ ഒരു ലോക്ക് കറക്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പം താഴേക്കാണെങ്കിൽ താഴേക്ക്, ഇനി മുകളിലേക്കാണെങ്കിൽ മുകളിലേക്ക്, ഇന്നത് വഴിക്ക് കറക്റ്റ് ആയിട്ട് കണ്ടോ. അത്രയും കറക്റ്റായിട്ടാണ് അതിൻ്റെ മോൾഡിങ് വരുന്നത്. നേരെ ഒന്നല്ലെങ്കിൽ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ഏതെങ്കിലും ലോക്കിലേക്ക് വെച്ചതിന് ശേഷം കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം അടുത്ത ലോക്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം താഴേക്ക് അമർത്തി കൊടുക്കണം. ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷമേ ചെയ്യാവൂ, അല്ലെങ്കിൽ ആ ലോക്ക് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒറ്റയടിക്ക് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അതിന് ശേഷം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഇനി നടന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ ലോക്ക് കറക്റ്റായിട്ട് അതിലേക്ക് വീണു. 2 സൈഡും ഇതുപോലെ തന്നെയാണ്. ഏത് ടൈപ്പ് ആണെങ്കിലും, ടൈപ്പ് ആണെങ്കിലും, പ്ലഗ് സോക്കറ്റുകളാണെങ്കിലും, നമ്മളതുപോലെ തന്നെ റെഗുലേറ്ററുകളാണെങ്കിലും എല്ലാം തന്നെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും നമുക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്ലഗ് സോക്കറ്റുകൾ അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത്രയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ അത് കൂടാതെ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. പല ടൈപ്പ് കമ്പനികൾ വരും. പല ടൈപ്പുള്ള ലോക്കുകൾ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ലോക്ക് നമുക്ക് വിടിയിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയുന്ന താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഇത് പറഞ്ഞ് നമുക്ക് ഓക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഈ ലോക്ക് നമ്മൾ വിടിയിക്കാനായിട്ട് വേറെ സിമ്പിളാണ്. ഒരു ടെസ്റ്റർ എടുത്തതിന് ശേഷം ആ ലോക്ക് പതുക്കെ ബാക്കിലേക്ക് അമർത്തുക. അതിന് ശേഷം പതുക്കെ ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് പുറത്തേക്ക് വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ള ലോക്ക് ഒടിഞ്ഞു പോവാതെ നോക്കണം. ലോക്ക് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്വിച്ച് മാറ്റി കളയേണ്ടതായിട്ട് വരും. ആ സ്വിച്ച് അവിടെ ഇരിക്കില്ല. പതുക്കെ ഒന്ന് അമർത്തി കഴിയുമ്പോൾ താഴേക്ക് പോകും. അതിനുശേഷം പതുക്കെ ഒന്ന് സ്വിച്ച് ബാക്കിൽ നിന്നൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. ഇതാണ് ഇതിൻ്റെ കറക്റ്റായ രീതി വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.